നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ചക്കിട്ടപ്പാറ മുതുകാട് കൊളത്തൂർ ആദിവാസി ഉന്നതിയിൽ ആത്മഹത്യ വർദ്ധിക്കുന്നതായി പരാതി. ഒരു മാസത്തിനിടെ ഒരു കുടുംബത്തിലെ 2 പേരാണ് ആത്മഹത്യ ചെയ്തത്. ഒരു റിപ്പോർട്ട്. ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ മുതുകാട് കൊളത്തൂർ ആദിവാസി ഉന്നതിയിലെ ഒരു കുടുംബത്തിലെ 2ാമത്തെ മകനും ഒരു മാസത്തിനിടെ മറ്റൊരു വീട്ടിൽ ജനലിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു. വിൽസന്റെയും പരേതിയായ റീനയുടെയും മകനായ 14-കാരനായ ബിനുവാണ് മരണപ്പെട്ടത്. മെയ് 19-ന് ബിനുവിന്റെ ജ്യേഷ്ഠൻ ബിബിൻ ആത്മഹത്യ ചെയ്ത രീതിയിൽ കണ്ടെത്തിയിരുന്നു. ഇവിടെയുള്ള ഉന്നതികളിൽ മദ്യവിൽപ്പനയും മദ്യപിക്കുന്നതും പുറമേ നിന്നുള്ളവർ എത്തി ലഹരിക്കടിമയാക്കുകയാണെന്നും നാട്ടുകാർ പറഞ്ഞു. 2002 41 കുടുംബത്തിന് ഇവിടെ 1 ഏക്കർ വീതം പട്ടയം കൊടുത്ത ഭൂമിയാണ് കുളത്തൂർ കോളനി. അന്നു മുതൽ ഇവിടെയുള്ള പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ മദ്യമാണ്. മദ്യത്തിൽ അടിമപ്പെട്ടിട്ട് കുടുംബ വഴക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എത്രയോ ജീവനുകൾ പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നിരന്തരം നമ്മൾ നേരിട്ട് അധികാരികളുടെ മുന്നിൽ എത്തിയിട്ടും മരണങ്ങളും മുന്നോട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പോൾ ഒരു 20 കുടുംബത്തിൻ്റെ താഴെ താമസക്കാരുണ്ട്. ബാക്കിയെല്ലാം ഇങ്ങനെ ആത്മഹത്യ ചെയ്തു, കൊല ചെയ്തപ്പെട്ടു. ഇതൊക്കെ എന്താണ് ഇതിൻ്റെയൊക്കെ കാരണം ചോദിച്ചാൽ മദ്യമാണ്. മദ്യം ഈ ഉന്നതികളിൽ ഒഴുകുന്നത് തടയാനുള്ള നിയമം കോടതിയും അതുപോലെ സർക്കാരും കൂടി ഇടപെട്ട് ഇതിനൊരു നിയമം ഉണ്ടാക്കിയാൽ മാത്രമേ ഈ ആദിവാസി മേഖലയിലുള്ള ചെറുപ്പക്കാർ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നതിനൊരു പരിഹാരമാവുള്ളൂ. എത്ര പേര് ഈ 2-3 വർഷം ഉള്ളിൽ കൃത്യമായിട്ട് ഞാൻ തീയതികൾ ഓർക്കുന്നില്ല. രണ്ട് മാസത്തിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു 3 മരണം ഇപ്പോൾ അടുത്തടുത്ത് ഒരാൾ ആസിഡ് കുടിച്ച് അവിടെ തൊട്ട് ഇത് അടുത്തടുത്ത വീടുകളിൽ തന്നെ ഇപ്പോൾ ഇവിടെ മരിച്ചു. ഈ മരിച്ച ഇവൻ്റെ ചേട്ടൻ അവിടെ തൊട്ടപ്പുറത്ത് അത് കഴിഞ്ഞ് ഒരാഴ്ച അങ്ങോട്ടായിട്ടുള്ളൂ. മരണങ്ങൾ അടുപ്പിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആത്മഹത്യകൾ എന്ത് വന്നാലും ആത്മഹത്യ ഇതെന്ന് പറഞ്ഞ് അതിൽ അന്വേഷണം കഴിഞ്ഞ് തീർന്നു. ഈ 2 ആഴ്ച മുമ്പ് ഇതേ വീട്ടിൽ ഒരു മരണം നടന്നു. പിന്നെ അന്ന് രാത്രി ഒരു 10-11 മണിക്ക് പോലീസ് ഇവിടെ ഈ സംഭവം നടന്നിട്ട് ഈ വീട്ടിൽ നിന്ന് പിന്നെ മരിച്ചവൻ്റെ പെങ്ങളും എൻ്റെ ഭർത്താവും കൂടിയാണ് വരുന്നത്. വീട്ടിലെത്തി ഞങ്ങളെല്ലാം കൂടി അവിടെ വന്നു. പിന്നെ രാത്രി ഒരു 10 മണി തൊട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. അതുവരെ പോലീസ് സ്റ്റേഷനിൽ നടക്കില്ല. അവസാനം 2 പോലീസുകാർ വന്നു. ഈ ബോഡി അയച്ചു വെച്ചതാണ്, വീട്ടുകാർ തന്നെ അയച്ചു വെച്ചതാണ്. ഇത് ആസൂത്രിതമായി, അതായത് പിന്നെ വെള്ളമടിച്ച് ബഹളം ഉണ്ടാക്കിയിട്ട് നടക്കുന്ന കൊലപാതകമാണ്. ആദിവാസി സമൂഹത്തിനിടയ്ക്ക് നടക്കുന്ന ഭീകരമായ പ്രവർത്തനം. അതിനെക്കുറിച്ച് ഒരു ജാഗ്രതപ്പെടുത്തലും. ഇവർക്ക് വേണ്ടിയുള്ള SC പ്രൊമോട്ടർമാരുണ്ട്, ഇവർക്ക് വേണ്ടിയുള്ള ആദിവാസി ഗ്രൂപ്പുകളെ സജീവമാക്കുന്ന വിങ്ങുകളുണ്ട്. ആരും മൈൻഡ് ചെയ്യുന്നില്ല. കാരണം ഇവിടെ വൈകുന്നേരം തുടങ്ങി കഴിഞ്ഞാൽ മദ്യവും മയക്കുമരുന്നായിട്ട് പിന്നെ ലെവല് കെട്ട രീതിയിൽ അടിയും പിടിയും ബഹളമൊക്കെയാണ്. ഇതൊന്നും ശ്രദ്ധിക്കാനുള്ള വകുപ്പുകളൊക്കെ ഉണ്ട്. ആ വകുപ്പിൻ്റെ ആളുകളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഇത് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടാണ്. പ്രദേശത്തെ മരണത്തിന് പിന്നിലെ സത്യാവസ്ഥ അന്വേഷിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് K. സുനിൽ ആവശ്യപ്പെട്ടു. ഈ ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്തിൽ 5 ആദിവാസി കോളനികളാണുള്ളത്. ആ 5 ആദിവാസി കോളനിയിലൂടെ 104 കുടുംബങ്ങളുണ്ട്. വളരെ മെച്ചപ്പെട്ട ജീവിതം നയിക്കുന്ന മറ്റ് ജില്ലയിലെ മറ്റ് കോളനികളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ പശ്ചാത്തല ഭൗതിക സൗകര്യങ്ങളുള്ള കോളനികളാണ് ചക്കിട്ടപ്പാറയുള്ളത്. പക്ഷേ കുറേ കാലമായി ഈ കൊളത്തൂർ കോളനിയിൽ നിരന്തരമായി ദുരൂഹ മരണങ്ങൾ ഉണ്ടാകുകയാണ്. ആദ്യകാലത്ത് ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്തു. അതൊരു സ്വാഭാവിക മരണമായി കണക്കാക്കി. പക്ഷേ പിന്നീട് വീണ്ടും ആ വീട്ടിൽ മറ്റൊരു മരണം ഉണ്ടായി. അപ്പം പോലീസ് സംശയിച്ച് അന്വേഷണം നടത്തിയപ്പോഴാണ് മകനാണ് അമ്മേനെയും സഹോദരനെയും കൊന്നതെന്ന് ബോധ്യപ്പെട്ടു. അയാളിപ്പോൾ ജയിലിലാണുള്ളത്. അതിനുശേഷം കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് അയാളുടെ സഹോദരൻ ഇവിടെ ആത്മഹത്യ ചെയ്ത സംഭവം ഉണ്ടായി. ആ സംഭവത്തിനും സമഗ്രമായ അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫൈനൽ റിപ്പോർട്ട് വന്നിട്ടില്ല. അപ്പോഴാണ് ഇന്നലെ ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ സംഭവം സ്വാഭാവികമായും കണ്ടാലും സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ച്, വിദഗ്ധന്മാരെക്കുറിച്ചോ ഫോറസ്റ്റുകാരെ കുറിച്ചല്ലേ പറയാം, സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇത് കണ്ടാൽ ഇതൊരു കൊലപാതകമാണ് സംശയിക്കും. കാരണം ഒരു മനുഷ്യന് തൂങ്ങി മരിക്കാനുള്ള യാതൊരു ഹൈറ്റും ഒന്നുമില്ല. 1.25 മീറ്റർ മാത്രമേ ഹൈറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇന്ന് രാവിലെ SP ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പം DYSP വരുന്നുണ്ട്. സമഗ്ര അന്വേഷണം നടത്തണം. ഫോറൻസിക് വെച്ച് പരിശോധിച്ചിട്ട് സമഗ്ര അന്വേഷണം നടത്തിയിട്ട് ഈ മരണത്തിൻ്റെ ഒക്കെ പുറകിൽ ആരാണെന്ന് പരിശോധിക്കണം. ഇവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഈ കോളനിയിൽ മാത്രം പുറമേ നിന്നുള്ള ആളുകൾ ലഹരിയും അതുപോലെ തന്നെ മദ്യവും എത്തിച്ചു കൊടുക്കുന്നുള്ളതാണ് പ്രശ്നം. പോലീസിനോടും നമ്മളിപ്പോൾ ആവശ്യപ്പെടുന്നത് ഈ കോളനിക്ക് ഒരു ഔട്ട് പോസ്റ്റ് ഇടണം. ഈ കോളനിയിലേക്ക് പുറത്തുള്ള സാമൂഹിക വിരുദ്ധന്മാരെ പ്രവേശിപ്പിക്കാൻ അനുവദിക്കരുത്. ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി നമ്മൾ പഞ്ചായത്ത് ഇവിടെ നല്ലൊരു സംസ്കാര നിലയം നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനകത്താണെങ്കിൽ നല്ല റോഡുകളെല്ലാം മെച്ചപ്പെട്ട റോഡുകളാണ്. ഇവിടെ മുഴുവൻ കുടുംബങ്ങളുടെയും നിലവിലുള്ള വീട് പൊളിച്ചു മാറ്റി പുതിയ വീട് നിർമ്മിക്കാൻ വേണ്ടി സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. 17-ാം തീയതി മന്ത്രി ഇവിടെ സന്ദർശിക്കുകയാണ്. ഈ സാഹചര്യമൊക്കെ ഉണ്ടെങ്കിലും ഇവരുടെ ഒരു സാംസ്കാരിക ജീവിതം നടന്നത് വളരെ പിറകിലാണ്.
കോളനിയിലെ അവസ്ഥ പരിതാപകരമാണെന്നും കളക്ടറുടെയും മറ്റ് ST വകുപ്പിന്റെയും ഇടപെടലുകൾ ഉണ്ടാവണമെന്നും ആദിവാസി ഊരുമൂപ്പൻ ബാലൻ പറഞ്ഞു. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി VV ബെന്നി, പേരാമ്പ്ര DVSP K സുനിൽ, പെരുവണ്ണാമൊഴി CI സജിത്ത്, SI ജിതിൻ വാസ്, ഡോഗ് സ്ക്വാഡ്, ഫിംഗർ പ്രിന്റ് വിദഗ്ധർ, ഫോറൻസിക് വിദഗ്ധർ എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. മൃതദേഹം ഇൻക്വസ്റ്റിനു ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. 3 മണിക്കാ നിങ്ങൾ പണിയും കഴിഞ്ഞ് വന്നതാ? കടിയും കാടോ? ഇവിടെ ആരൊക്കെയാ താമസിക്കല്? ഇവിടെ ഞങ്ങൾ 2 മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ട് മാറി. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.